മദ്യം കൂടുതൽ ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്. ഉത്തരം സെറിബെല്ലം. മദ്യം സെറിബെല്ലത്തെ ബാധിക്കുകയും തന്മൂലം ശാരീരിക ചലനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു. അറ്റാസിയിലേക്ക് നയിക്കുന്ന ഏകോപിത ചലനങ്ങളെയും സന്തുലിതാവസ്ഥയെയും നഷ്ടപ്പെടുത്തുന്നു. ഓർമ്മക്കുറവും സംസാരവും ഭാഷയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. സംഗീത ഉപകരണങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത്? വീണ, വയലിൻ, ഗിത്താർ, ഓടക്കുഴൽ. ഉത്തരം വയലിൻ. സംഗീതോപകരണങ്ങളുടെ രാജ്ഞി എന്ന് വിളിക്കപ്പെടുന്ന സംഗീത ഉപകരണമാണ് വയലിൻ. പൊള്ളയായ തടി കൊണ്ടുള്ള ശരീരവും സാധാരണയായ 4 തന്ത്രികളുമുള്ള ഒരു സ്ട്രിംഗ് ഉപകരണമാണിത്. വയലിന് മനുഷ്യ ശബ്ദത്തോട് മത്സരിക്കാൻ കഴിയും. ലോകത്തിലെ സംഗീത രാജ്ഞി ആരാണ്? ശ്രേയ ഘോഷാൽ, കനിക കപൂർ, മഡോണ, ആശാ ഭോസ്ലെ. ഉത്തരം മഡോണ. ലോകമെമ്പാടും 300 ദശലക്ഷത്തിലധികം റെക്കോർഡുകൾ വിറ്റഴിച്ച മഡോണ എക്കാലത്തെയും മികച്ച വിൽപ്പനയുടെ വനിതാ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റാണ്. ലോകത്തിലെ സംഗീത രാജ്ഞി എന്നാണ് മഡോണ അറിയപ്പെടുന്നത്. പ്രകൃതിയിലെ ഏറ്റവും അപൂർവമായ നിറങ്ങളിൽ ഒന്നാമതേത്? പിങ്ക്, മഞ്ഞ, നീല, കറുപ്പ്. ഉത്തരം നീല. ഭൂമിയിലെ വളരെ പ്രധാനപ്പെട്ട നിറമാണ് നീല. എന്നാൽ പ്രകൃതിയുടെ കാര്യത്തിൽ നീല വളരെ അപൂർവമാണ്. 10 ചെടികളിൽ 1-ൽ താഴെ മാത്രമേ നീലപ്പൂക്കളുള്ളൂ. വളരെ കുറച്ച് മൃഗങ്ങൾ മാത്രമാണ് നീല. വനസ്പതി നെയ്യ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, ക്ലോറിൻ. ഉത്തരം ഹൈഡ്രജൻ. വനസ്പതി എണ്ണയിൽ നിന്നുള്ള വനസ്പതി നെയ്യ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. ഉയർന്ന മർദ്ദത്തിൽ നിക്കൽ കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ സസ്യ എണ്ണകളുമായി കലർത്തി അവയെ പച്ചക്കറി നെയ്യാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ എണ്ണകളുടെ ഹൈഡ്രജനേഷൻ എന്ന് വിളിക്കുന്നു. ശീതളപാനീയം ഏത് അവയവത്തെ തകരാറിലാക്കും? തലച്ചോർ, വൃക്ക, കരൾ, ഹൃദയം. ഉത്തരം കരൾ. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് എളുപ്പത്തിൽ ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്യാൻ കഴിയും. എന്നാൽ കരളിന് മാത്രമേ ഫ്രക്ടോസ് മെറ്റബോളൈസ് ആക്കാൻ കഴിയുകയുള്ളൂ. ശീതളപാനീയങ്ങളിലെ ഫ്രക്ടോസ് അമിതഭാരത്തിന് കാരണമാകും. ഇക്കാരണത്താൽ കരൾ ഈ ഫ്രക്ടോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഇത് കരൾ അടിഞ്ഞുകൂടുകയും ഗുരുതരമായ ഫാറ്റി ലിവർ ആകുകയും ചെയ്യുന്നു. പുരാതന ഗ്രീക്കിൽ ബാൻഡേജ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ജീവി ഏത്? ചിലന്തി, തവള, മാൻ, പാമ്പ്. ഉത്തരം ചിലന്തി. ഗ്രീസിലും റോമിലും ഡോക്ടർമാർ ചിലന്തി വലകൾ ഉപയോഗിച്ച് രോഗികൾക്ക് ബാൻഡേജ് ഉണ്ടാക്കി. ചിലന്തി വലകൾക്ക് സ്വാഭാവിക ആന്റിസെപ്റ്റിക്, ആന്റിഫംഗൽ ഗുണങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ചിലന്തി വലകളിൽ വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തം കട്ട പിടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നു. തെരുവു നായകൾ ഇല്ലാത്ത ആദ്യത്തെ രാജ്യമേത്? നെതർലാൻഡ്, കാനഡ, നേപ്പാൾ, തുർക്കി. ഉത്തരം നെതർലാൻഡ്. തെരുവ് നായകളില്ലാത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമെന്ന പദവി നെതർലാൻഡ് നിലനിർത്തുന്നു. അവിവാഹിതയായ സ്ത്രീകൾ എന്ത് സ്വപ്നം കണ്ടാലാണ് ഉടൻ വിവാഹം നടക്കുമെന്ന് സൂചിപ്പിക്കുന്നത്? മഴ, പാമ്പ്, കണ്ണാടി, സമുദ്രം. ഉത്തരം കണ്ണാടി. കണ്ണാടിയിൽ മുഖം നോക്കുന്നത് സ്വപ്നം കണ്ടാൽ ദാമ്പത്തിക സമൃദ്ധിയുടെ ലക്ഷണമാണ്. അവിവാഹിതയായ സ്ത്രീകൾ കണ്ണാടിയിൽ മുഖം നോക്കുന്നത് സ്വപ്നം കണ്ടാൽ ഉടനെ വിവാഹം നടക്കും എന്നതാണ് ലക്ഷണം. സന്ധ്യയ്ക്ക് ശേഷം ഏത് ചെടി നനച്ചാലാണ് വീട്ടിൽ ദുഃഖവും ദുരിതവും വിട്ടൊഴിയാത്തത്? തുളസി, ചെമ്പകം, ശംഖുപുഷ്പം, കൂവളം. ഉത്തരം തുളസി. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം തുളസി നനച്ചാൽ വീട്ടിൽ ദുഃഖദുരിതങ്ങളും പണനഷ്ടവുമാണ് ഫലം.
അതുപോലെ ഏകാദശി ദിവസവും തുളസി നനയ്ക്കാൻ പാടില്ല. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.